ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നേക്കുന്നത് ഷാർജ എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ഒരു വലിയ ലാൻഡ്മാർക്ക് കാണാനാണ്. ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണിത്. അത്രയ്ക്ക് മനോഹരമായ ഒരു അടിപൊളി ഒരു പ്ലേസ് ആണ് ഇവിടെ. നിങ്ങൾ അവധി ദിവസങ്ങളിൽ നിങ്ങൾ ഫാമിലിയായിട്ട് തീർച്ചയായിട്ടും ഇവിടെ വരണം. ഇവിടെ വന്നാൽ അത്രയ്ക്ക് അടിപൊളി ഒരു വ്യൂ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾക്ക് കാണാനുള്ളതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ പുറകെ പോരെ കാണാം. നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നതാണ് ഷാർജ ഇസ്ലാമിക് ആർട്സ് മ്യൂസിയത്തിന് മുന്നിലുള്ള ഒരു സ്പെഷ്യൽ സ്കൾപ്ചർ കാണിക്കാനാണ്. ഇതിൻ്റെ പേരാണ് ദ സ്ക്രോൾ. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് ആർട്ടിസ്റ്റായ ജെറി ജുദ്ദ എന്ന ആളാണ്. ഷാർജയുടെ ചരിത്രത്തോടും അറിവിനോടുമുള്ള ബന്ധം അടയാളപ്പെടുത്തുന്നത് കൂടിയാണ്. പുസ്തകത്തിൻ്റെ ഒരു പേജ് പോലെ വളഞ്ഞിരിക്കുന്നു ഈ സ്ക്രോൾ. അറിവിൻ്റെ ശക്തിയും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും ഉദ്ദേശിച്ചു കൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 120 അടി ഹൈറ്റ് ഉണ്ട് ഇതിന്. ഏകദേശം 72 ടൺ സ്റ്റീലും 240 ടൺ കോൺക്രീറ്റ് ഉപയോഗിച്ച് സ്പ്രൈലിംഗ് ഡിസൈൻ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുനെസ്കോ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ 2019 ഷാർജൻ്റെ കൾച്ചറൽ ട്രിബ്യൂട്ടാണ് ഇത്. 2019 ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തത്. അതുപോലെ തന്നെ കേട്ടോ, ഇവിടെ കുറേയേറെ പ്ലാന്റ്സുകളുണ്ട്. അതിലെ കുറച്ചൊക്കെ നമ്മളിന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇത് മൊത്തം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വൈബുള്ള ഏരിയ തന്നെയാണ് ഇത് കേട്ടോ. അപ്പം നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് സത്യത്തിൽ ഇതിൻ്റെ ഒന്നും പേരധികം അറിയില്ല. നിങ്ങൾ തന്നെ വന്നിട്ട് കണ്ടിട്ട് പേരുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. സംഭവം കാണാൻ അടിപൊളിയാണ്, അതെനിക്കറിയാം. അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. 1, 2, 3 ഒന്നുമല്ല. അതങ്ങനെ പറഞ്ഞാലൊന്നും എണ്ണിത്തീരുന്ന കേസുമല്ല, അത്രയ്ക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു വാട്ടർ പോണ്ട് കാണുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയുണ്ട് നമുക്ക് കാണാനായിട്ട്. പോരെ, നമുക്ക് അതും കൂടെ കണ്ടിട്ട് വരാം. ഇവിടെ എപ്പോൾ വേണേലും വരാമെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ രാത്രി 10 മണിയായി. ഇവിടെ ഓപ്പൺ ആണ്. ഇവിടെ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോസ് എടുക്കാനോ ഒന്നിനും യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇവിടെ കാണിച്ചിട്ടില്ല. അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അതിവിശാലമായ ഒരു ലൈബ്രറി ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയൊന്ന് കണ്ടിട്ട് വന്നാലോ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എൻട്രി ഫീസൊക്കെ ഫ്രീ ആണെന്നാണ് അറിഞ്ഞത്. നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, നമ്മളൊന്ന് കയറി ചെക്ക് ചെയ്തിട്ട് പറയാം. ഇവിടെ നമുക്ക് എൻട്രൻസ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ. നമുക്ക് ഇവിടെ ഒന്നിനും ഒരു ചാർജും ഇല്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി അടുത്ത എൻ്റെ വീഡിയോയിൽ കാണാം. ബൈ.